بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. വചനം 7. അലം തറ, നീ കണ്ടില്ലേ, നിനക്ക് കണ്ടുകൂടെ, അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅലമു, അറിയും എന്ന്, മാ ഫിസ്സമാവാതി, ആകാശങ്ങളിലുള്ളത്, വമാ ഫിൽ അർളി, ഭൂമിയിലുള്ളതും, മാ യകൂനു, ഉണ്ടാകുകയില്ല, മിൻ നജ്വ, ഒരു രഹസ്യ സംഭാഷണവും ഗൂഢസംസാരവും സ്വകാര്യാലോചനയും, സലാസത്തിൻ, മൂന്നാളുടെ, ഇല്ലാഹുവ, അവനായിട്ടില്ലാതെ, റാബിഉഹും, അവരിൽ നാലാമൻ, വലാ ഖംസത്തിൻ, അഞ്ചാളുടേതുമില്ല, ഇല്ലാഹുവ, അവൻ ഇല്ലാതെ, സാദിസും, അവരിൽ ആറാമൻ, വല അദ്ന, താണതും അഥവാ കുറഞ്ഞതും ഇല്ല, മിൻ ദാലിക, അതിനേക്കാൾ, വല അക്തറ, അധികമായതുമില്ല, ഇല്ലാഹുവ, അവൻ ഇല്ലാതെ, മഅഹും, അവരോടൊപ്പം, ഐനമാകാനു, അവർ എവിടെയായിരുന്നാലും, സുമ്മ യുനബ്ബിഉഹും, പിന്നെ അവൻ അവരെ വിവരമറിയിക്കും, ബോധപ്പെടുത്തും, ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി, യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ബികുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തെക്കുറിച്ചും, അലീം, അറിയുന്നവനാണ്. നീ കാണുന്നില്ലേ, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അല്ലാഹു അറിയുന്നുവെന്ന്. ഒരു മൂന്നാളുടെ രഹസ്യ സംഭാഷണവും അവൻ അവരിൽ നാലാമനായിക്കൊണ്ടില്ലാതെ ഉണ്ടാകുകയില്ല. അഞ്ചാളുടേതും തന്നെ അവൻ അവരിൽ ആറാമനായിക്കൊണ്ടില്ലാതെ ഉണ്ടാകുകയില്ല. അതിനേക്കാൾ താഴെയുള്ളതാകട്ടെ അധികരിച്ചതാകട്ടെ അവൻ അവരോടൊപ്പമില്ലാതില്ല, അവർ എവിടെയായിരുന്നാലും ശരി. പിന്നീട് അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി ഖിയാമത്ത് നാളിൽ അവൻ അവരെ വിവരമറിയിക്കുന്നതാണ്. നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. വചനം 8. അലം തറ, നീ കണ്ടില്ലേ, കണ്ടു മനസ്സിലാക്കുന്നില്ലേ, ഇലല്ലദീന, യാതൊരു കൂട്ടരെ, നുഹു, അവർ വിരോധിക്കപ്പെട്ടു, അനിന്നജ്വ, രഹസ്യ സംസാരത്തെക്കുറിച്ച്, സുമ്മ യഊദൂന, പിന്നെ അവർ മടങ്ങുന്നു, ആവർത്തിക്കുന്നു, ലിമാ നുഹു, അവർ വിലക്കപ്പെട്ടതിലേക്ക്,
അൻഹു അതിനെപ്പറ്റി. വയതനാജൗന അവർ പരസ്പരം രഹസ്യ സംസാരം നടത്തുകയും ചെയ്യുന്നു. ബിൽ ഇസ്മി പാപം കൊണ്ട്, കുറ്റമായതിനെപ്പറ്റി. വൽ ഉദ്വാൻ അതിക്രമവും. വമഅസിയത്തിർ റസൂൽ റസൂലിനോട് അനുസരണക്കേടു. വഇദാ ജാഊക അവർ നിന്റെ അടുക്കൽ വന്നാൽ. ഹയ്യൗക അവർ നിന്നെ അഭിവാദ്യം ചെയ്യുന്നു, കാഴ്ചവെക്കുന്നു. ബിമ യാതൊന്നിനെ അഥവാ ഒരു അഭിവാദ്യം കൊണ്ട്. ലം യുഹയ്യിക ബിഹി അതുകൊണ്ട് നിനക്കു അഭിവാദ്യം ചെയ്തിട്ടില്ല അല്ലാഹു. വയഖൂലൂന അവർ പറയുകയും ചെയ്യുന്നു. ഫീ അംഫുസിഹിം അവർ തങ്ങളിൽ അഥവാ തമ്മിൽ, സ്വയം, തങ്ങളുടെ മനസ്സിൽ. ലൗലാ യുഅദ്ദിബുന നമ്മെ ശിക്ഷിക്കാത്തതെന്താണ്, ശിക്ഷിച്ചുകൂടെ. അല്ലാഹു ബിമാ നഖൂലു നാം പറയുന്നതുകൊണ്ട്. ഹസ്ബുഹും അവർക്ക് മതി. ജഹന്നം അഥവാ നരകം. യസ്ലൗനഹ അതിലവർ കടക്കും, എരിയും. ഫബിഇസ വളരെ ചീത്ത. അൽ മസീർ ആ പര്യവസാന സ്ഥലം, മടക്കം, തിരിച്ചെത്തൽ. രഹസ്യ സംസാരത്തെപ്പറ്റി വിലക്കം ചെയ്യപ്പെട്ടിട്ടുള്ളവരെ നീ കാണുന്നില്ലേ? പിന്നെയും തങ്ങളോട് വിലക്കപ്പെട്ടിട്ടുള്ളതിലേക്ക് അവർ മടങ്ങുന്നു, വീണ്ടും അത് ആവർത്തിക്കുന്നു. പാപവും അതിക്രമവും റസൂലിനോടുള്ള അനുസരണക്കേടും സംബന്ധിച്ചു അവർ പരസ്പരം രഹസ്യ സംസാരം നടത്തുകയും ചെയ്യുന്നു. അവർ നിന്റെ അടുക്കൽ വന്നാലോ അള്ളാഹു നിന്നെ അഭിവാദ്യം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവർ നിന്നെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. അവർ തങ്ങളിൽ തമ്മിൽ പറയുകയും ചെയ്യും, നാം ഈ പറയുന്നതിന് അള്ളാഹു നമ്മെ ശിക്ഷിക്കാത്തതെന്തെന്ന്. അവർക്ക് ജഹന്നം, നരകം മതി, അതിലവർ കിടന്നെരിയും. അപ്പോൾ ആ പര്യവസാന സ്ഥലം എത്ര ചീത്ത. ഏഴാം വചനത്തിന്റെ വിശദീകരണം. ഏത് രഹസ്യ സംസാരവും ആർ എവിടെ എങ്ങനെ നടത്തപ്പെട്ടാലും ശരി, അള്ളാഹു അതെല്ലാം കണ്ടും കേട്ടും അറിയുന്നതാണ്. ഖിയാമത്തു നാളിൽ അത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും എന്ന് സാരം. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണു അളവിലുള്ള കാര്യവും അള്ളാഹുവിന് അറിയാതെ പോകുന്നതല്ല. ലാ യഗ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്. എട്ടാം വചനത്തിന്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനായിൽ ചെന്ന ശേഷം യഹൂദികളുമായി സമാധാന സന്ധിയിൽ ഏർപ്പെട്ടിരുന്നുവല്ലോ. എന്നാൽ മുസ്ലിങ്ങൾ അവരുടെ ഇടയിൽ കൂടി നടക്കുമ്പോൾ അവർ തമ്മിൽ ചില രഹസ്യ സംസാരങ്ങൾ നടത്തുക പതിവുണ്ടായിരുന്നു. തങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ വല്ല ഗൂഢസംസാരവും നടത്തുകയാണെന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിപ്പിക്കുകയും അവരെ പരിഹസിക്കുകയുമായിരുന്നു അവരുടെ ഉദ്ദേശം. ഇത് മുസ്ലിങ്ങൾക്ക് സംശയവും ശങ്കയും ജനിപ്പിക്കുമല്ലോ. അതിനാൽ അത്തരം ഗൂഢസംസാരങ്ങൾ നടത്തരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വിരോധിച്ചിരുന്നു. പക്ഷേ അവർ വീണ്ടും അതാവർത്തിച്ചു വന്നു. ഇതിൽ കപടവിശ്വാസികളായ മുസ്ലിം ദേശധാരികളും അവരുടെ പങ്കുവഹിക്കാതിരുന്നില്ല. യഹൂദികളുടെയും കപടവിശ്വാസികളുടെയും ഗൂഢസംസാര വിഷയം പാപവും അതിക്രമവും റസൂലിനോടുള്ള അനുസരണക്കേടുമായിരിക്കുമെന്ന് പറയേണ്ടതില്ല. ഇതിനെപ്പറ്റിയാണ് ഈ വചനത്തിന്റെ ആദ്യ ഭാഗം പ്രസ്താവിക്കുന്നത്. യഹൂദികളുടെ മറ്റൊരു തോന്നിവാസത്തെക്കുറിച്ചാണ് അവസാന ഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുമ്പോൾ പ്രത്യക്ഷത്തിൽ അസ്സലാമു അലൈക്കും എന്നുള്ള ഇസ്ലാമിന്റെ ഉപചാരവാക്യമാണെന്ന് തോന്നത്തക്ക വിധം അക്ഷരവ്യത്യാസം ശരിക്കു സ്പഷ്ടമാകാതെ അസ്സാമു അലൈക്കും എന്ന് സലാം പറയും. ഒന്നാമത്തേതിന്റെ അർത്ഥം നിങ്ങൾക്ക് സമാധാനശാന്തി ഉണ്ടാവട്ടെ എന്നാണല്ലോ. രണ്ടാമത്തേതിനാകട്ടെ നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ എന്നാണർത്ഥം. ഇതാണ് അള്ളാഹു ഉപചാരം ചെയ്തിട്ടില്ലാത്ത ഉപചാരം കൊണ്ട് വിവക്ഷ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു, ഒരിക്കൽ കുറെ യഹൂദികൾ വന്ന് നബിക്ക് അസ്സാമു അലൈക്ക എന്ന് സലാം പറയുന്നത് ഞാൻ കേട്ടു മനസ്സിലാക്കി. ഞാൻ ഇങ്ങനെ പറഞ്ഞു, വ അലൈക്കുമുസ്സാം വല്ലഅന, നിങ്ങൾക്ക് മരണവും ശാപവും ഭവിക്കട്ടെ. തിരുമേനി എന്നോട് പറഞ്ഞു, ആയിഷ ക്ഷമിക്കൂ, എല്ലാ കാര്യത്തിലും മയം പ്രവർത്തിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു,
അവർ പറഞ്ഞത് അങ്ങൊന്നു കേട്ടില്ലേ? തിരുമേനി പറഞ്ഞു, ഞാൻ അലൈക്കും എന്നു പറഞ്ഞുവല്ലോ. ബുഖാരി, മുസ്ലിം. അലൈക്കും എന്നാൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നർത്ഥമാകുന്നു. അതായത് എനിക്കല്ല നിങ്ങൾക്കുണ്ടാവട്ടെ മരണം എന്നു സാരം. മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ സലാം പറയുന്നത് നിമിത്തം നമുക്ക് വല്ല ശിക്ഷയും അള്ളാഹുവിൽ നിന്നുണ്ടായിക്കാണ്ടതല്ലേ? ഒന്നും സംഭവിച്ചു കാണാത്തതെന്താണ് എന്ന് യഹൂദികൾ സ്വയം ദുരഭിമാനം നടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതിനുള്ള മറുപടിയാണ് അവസാനത്തെ 2 വാക്യങ്ങൾ. അതെ, അവർക്ക് ജഹന്നം തന്നെ മതി ശിക്ഷക്ക്. അതിലേറെ ദുഷിച്ച പര്യവസാനം മറ്റെന്താണുള്ളത്? ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ല. അതായത് അള്ളാഹു അഭിവാദ്യമാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അവർ അഭിവാദ്യം ചെയ്യും എന്ന വാക്യം പരിശോധിച്ചാൽ ഒരു കാര്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് മുസ്ലിങ്ങൾ തമ്മിൽ സലാം പറയുമ്പോൾ അത് ഇസ്ലാമിക സലാം തന്നെ ആയിരിക്കേണ്ടതും മുസ്ലിങ്ങൾ അനിസ്ലാമികമായ അഭിവാദ്യങ്ങൾ സ്വീകരിക്കാതിരേണ്ടതുമാകുന്നു. അടുത്ത വചനത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ച് ഉപദേശിക്കുന്നു.